അനുഭവിക്കും. എൻ്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. ഞാനും എൻ കുടുംബവുമോ യേശുവെ ആരാധിക്കും. തൻ വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. ഞാനും എൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 32 അധ്യായം 3 വാക്യം. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: അവൻ്റെ 3 സ്നേഹിതന്മാർ ഇയ്യോബിൻ്റെ കുറ്റം തെളിയിപ്പാൻ തക്ക ഉത്തരം കാണായിക കൊണ്ട് അവരുടെ നേരെയും അവൻ്റെ കോപം ജ്വലിച്ചു എന്ന വാക്കുകളാണ്. ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു തെറ്റും ചെയ്യാത്ത, ആവോളം പരമാർത്ഥതയോടും നിഷ്കളങ്കതയോടും വിശ്വസ്തയോടും ജീവിക്കുന്ന ഒരു മനുഷ്യനെ മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിപ്പാനും കുറ്റക്കാരൻ എന്ന് തെളിയിപ്പാനും പരിശ്രമിച്ചിറങ്ങിത്തിരിക്കുന്ന ചില വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു കാലഘട്ടം മുഴുവനും ശൗൽ ദാവീദിനെ കുറ്റക്കാരനാക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത സമയത്ത് ആഹാബ് പ്രവാചകനെ കുറ്റക്കാരനാക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞ് ഇയ്യോബിൻ്റെ അരികത്ത് വന്നിരിക്കുന്ന ആളുകൾ ഇയ്യോബ് പാപിയാണ്, തെറ്റുകാരനാണെന്ന് തെളിയിക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എതിരാളികൾക്ക് വ്യക്തമായ തലത്തിൽ അവരുടെ കുറ്റങ്ങൾ തെളിയിക്കുവാൻ കഴിഞ്ഞില്ല എന്നും മാത്രമല്ല, സമൂഹത്തിൻ്റെ മുൻപിൽ ആരാണ് കുറ്റക്കാരനെന്നും ആരാണ് നീതിമാനെന്നും അത്യുന്നതനായ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ചരിത്രമാണ് ശൗലിൻ്റെ ജീവിതത്തിലും ആഹാബിൻ്റെ ജീവിതത്തിലും ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരുടെ ജീവിതത്തിലുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പുതിയ നിയമത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായത്തിൽ ലോകരക്ഷകനായി ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്നാലാവോളം കഷ്ടമനുഭവിക്കുകയും വേദനപ്പെടുകയും ചെയ്തു. എങ്കിലും തൻ്റെ എതിരാളികളായ ആളുകൾ താൻ കുറ്റക്കാരനാണെന്ന് വരുത്തി തീർക്കുവാൻ പരിശ്രമങ്ങൾ നടത്തി. നീതിന്യായ കോടതിയുടെ മുൻപിൽ, പീലാത്തോസിൻ്റെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നു നിർത്തി പീലാത്തോസിനോട് അവർ പറഞ്ഞത്, ഈ മനുഷ്യൻ ജനത്തെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നുവല്ലോ, ഞാനോ നിങ്ങളുടെ മുൻപാകെ വിസ്തരിച്ചിട്ടും നിങ്ങൾ ചുമത്തിയ കുറ്റം ഒന്നും ഇവനിൽ കണ്ടില്ല എന്ന് പറയുകയാണ്. ഹേരോദാവും കണ്ടില്ല, അവനെ നമ്മുടെ അടുക്കൽ മടക്കി അയച്ചുവല്ലോ, ഇവൻ മരണയോഗ്യമായതൊന്നും പ്രവർത്തിച്ചിട്ടില്ല, സ്പഷ്ടം എന്ന് പറയുകയാണ്. 22 വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, അവൻ മൂന്നാമതും അവരോട്, ഇവൻ ചെയ്ത ദോഷമെന്ത്? മരണയോഗ്യമായതൊന്നും അവനിൽ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞു. പീലാത്തോസ് നോക്കിയിട്ട് ഒരു കുറ്റവും തെളിയിക്കുവാൻ യേശുവിൻ്റെ മേൽ കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മെ വലിയ കുറ്റക്കാരനാണെന്ന് വിധിയെഴുതാൻ പരിശ്രമിക്കുന്നവരുടെ മുമ്പിൽ നമ്മുടെ നീതിയെ വെളിപ്പെടുത്തി നമ്മിലൊരു കുറ്റവും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് വിസ്തരിക്കുന്ന ഒരത്യുന്നതനായ ദൈവമുണ്ടെന്നും ആ ദൈവത്തിൻ്റെ വിധി ദിവസത്തിനു വേണ്ടി കാത്തിരിപ്പാൻ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ.
കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ കുറ്റം ചെയ്യാഞ്ഞിട്ടും ഞങ്ങളെ കുറ്റക്കാരന് എണ്ണുന്നവരുടെ മുൻപിൽ ഞങ്ങളുടെ നീതി വെളിപ്പെടുത്തുന്നൊരു ദൈവത്തിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.